Good morning friends. So ഇന്ന് നമുക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു ഒരു ഡൈഇലക്ട്രിക്സിൽ അതായത് റെസിസ്റ്റൻസ് മെറ്റീരിയലിൽ ഫ്രീ ചാർജുകൾ ചില സമയത്ത് ചെറിയ അളവിൽ പ്രസന്റ് ആവാം അല്ലെ. ഈ ഫ്രീ ചാർജുകൾ കൂടാതെ പ്രധാനമായിട്ടും ബൗണ്ട് ചാർജുകളാണ് പോളറൈസ് ചെയ്യുന്നത് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, പോളറൈസേഷൻ വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ട് തരത്തിലുള്ള ബൗണ്ട് ചാർജുകളുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി, അതേപോലെ തന്നെ മറ്റൊന്ന് വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി അല്ലെ. രണ്ടിൻ്റെയും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ന് ഇതൊരു ചാർജ് ഡെൻസിറ്റി ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജ് ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഗോസസ് ലോ ഇൻ പ്രസൻസ് ഓഫ് ഡൈലക്ട്രിക്സ് എങ്ങനെ ആയിട്ട് മാറും എന്ന് നോക്കാം. സോ വാട്ട് ഈസ് Gauss's law? Gauss's law in differential form is del dot E is equal to rho by epsilon 0. Integral form നമുക്കറിയാം, closed surface integral E dot d is equal to Q enclosed by epsilon 0 അല്ലേ. ഇതായിരുന്നു നമ്മുടെ Gauss's law. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ Gauss's lawക്ക് എന്ത് ചേഞ്ച് വരുമെന്ന് നോക്കാം. സോ നോക്കൂ, നമ്മുടെ ഗോസസ് ലോയിൽ ഈ റോ എന്ന് പറയുമ്പോൾ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. സോ ചാർജ് ഡെൻസിറ്റി ക്യാൻ ബി രണ്ട് തരത്തിലുള്ള ചാർജ് ഡെൻസിറ്റി ആവാം. ഒന്ന് സാധാരണ കണ്ടക്ടറിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഫ്രീ ചാർജ് ഡെൻസിറ്റി, ഡൈലക്ട്രിക്സിലും ചിലപ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് ഫ്രീ ചാർജ് ഡെൻസിറ്റി പ്രസന്റ് ആവാം. അതേപോലെ മറ്റൊന്ന് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി അല്ലേ. അത് പ്രധാനമായിട്ടും പോളറൈസേഷൻ വഴി അല്ലെ, പോളറൈസേഷൻ വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചാർജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നു. വാട്ട് ഈസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി? ദാറ്റ് ഈസ് മൈനസ് ഡെൽ ഡോട്ട് പി അല്ലേ. ഒരു വേരി ചെയ്യുന്ന ഒരു പോളറൈസേഷൻ ഉള്ള അല്ലെ, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉള്ള കേസിൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, അവിടെ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഉണ്ടാകുന്നുള്ളൂ. Okay, so anyway, this charge density can be the bound charge density plus the free charge density. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, എപ്സിലോൺ ഇൻറ്റു ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ എന്ന് എഴുതാം. റോ ക്യാൻ ബി ദി ബൗണ്ട് ചാർജ് ഡെൻസിറ്റി പ്ലസ് ദി ഫ്രീ ചാർജ് ഡെൻസിറ്റി. ദാറ്റ് ഈസ് വാട്ട് the bound charge density is minus del dot p. So minus del dot p plus rho f നമുക്കിതിനെ എഴുതാം. Okay, now നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡെൽ ഡോട്ട് പി അല്ല, ഇതിനെ ലെഫ്റ്റിലേക്ക് എടുക്കാം. നമ്മൾ ഡെൽ ഡോട്ട് ഇയുടെ കോഡ് എഴുതാം. ദാറ്റ് ഈസ് എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ പ്ലസ് മൈനസ് ഡെൽ ഡോട്ട് പി അല്ലെ. എപ്സിലോൺ 0 നമുക്കൊരു കോൺസ്റ്റന്റ് അതിനുള്ളിലേക്ക് എടുക്കാമല്ലോ. സോ ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് പി അല്ലെ, പി ഒരുമിച്ച് എഴുതാം. എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൽ വരുന്ന ഈ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡി, where D is called the electric displacement. So what is electric displacement? Electric displacement D is equal to epsilon 0 E plus P, where E is the electric field and P is the polarization. Okay, so D is epsilon 0 E plus P. So in terms of D, നമുക്ക് ഗോസസ് ലോ എങ്ങനെ എഴുതാം അല്ലെ, ഇതിനെ ഡി കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡി is equal to റോ എഫ്. ഡെൽ ഡോട്ട് ഡി is equal to റോ എഫ്. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എഴുതാം. സോ ഇൻ്റഗ്രൽ ഫോം എഴുതാൻ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എന്തായിരുന്നു, രണ്ട് ഭാഗത്തും അല്ലെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വോളിയം ഇൻ്റഗ്രൽ കൊണ്ട് വോളിയം ഇൻ്റഗ്രൽ ആക്കി മാറ്റുന്നു. ദെൻ വോളിയം ഇൻ്റഗ്രൽ ലെഫ്റ്റ് സൈഡിൽ വോളിയം ഇൻ്റഗ്രലിനെ നമ്മുടെ ഗോസസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു അല്ലേ. സോ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇവിടെ റോ എഫ് ഇൻറ്റു ഡി ടോ അല്ലെ, വോളിയം ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ചാർജ് കിട്ടും. ദാറ്റ് ഈസ് ക്യു എഫ് എൻക്ലോസ്ഡ്, ഫ്രീ ചാർജ് എൻക്ലോസ്ഡ്. സോ ഇവിടെ ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് നോക്കൂ, എന്താണ് ഇവിടെ വന്ന മാറ്റം. നമ്മൾ ഡെൽ ഡോട്ട് ഡി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിൽ നമ്മുടെ ഗോസസ് ലോ റീപ്ലേസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണോ, ഇവിടെ നോക്കൂ, ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും റൈറ്റ് സൈഡിൽ ഇത്തരത്തിലുള്ള ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലാണ് സോഴ്സ് കാണിക്കുന്നത്, അതിൻ്റെ റിസൾട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതായത് റോ ആണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്, ചാർജ് ഡെൻസിറ്റിയാണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ടാണ് ഇതുപോലുള്ള ഇ അല്ലെങ്കിൽ ഡൈവേർജിങ് ഇലക്ട്രിക് ഫീൽഡ്. Okay, so this charge density produces the diverging electric field. Okay, പക്ഷേ നമുക്ക് ഈ ഡൈലക്ട്രിക്സിൻ്റെ കേസിൽ അവിടെ സാധാരണ ഫ്രീ ചാർജുകൾക്ക് പുറമെ
അവിടെ ബൗണ്ട് ചാർജുകളും കിടക്കുന്നുണ്ട്. ഈ ബൗണ്ട് ചാർജുകൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബൗണ്ട് ചാർജ് ഡെൻസിറ്റികൾ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആളുകളായതുകൊണ്ട് ഫ്രീ ചാർജിൻ്റെ മാത്രം ടേംസിലേക്ക് മാറ്റി എഴുതുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കൂ, റൈറ്റ് സൈഡിൽ സോഴ്സ് ആയിട്ട് ഫ്രീ ചാർജുകൾ മാത്രമേ വരുന്നുള്ളൂ. സോ റോ എഫ് is equal to del dot D, അല്ലെങ്കിൽ this free charges produces this diverging displacement, അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്, ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് പോളറൈസേഷൻ ആണ്. സോ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഇങ്ങനെയാണ് വരുന്നത്. ബേസിക്കലി ഈ ഇക്വേഷനും അപ്ലിക്കബിൾ ആണ്. ഇക്വേഷൻ തെറ്റാണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഡെൽ ഡോട്ട് E is equal to rho by epsilon 0 തെറ്റാണ് എന്നല്ല പറയുന്നത്. ഈ രണ്ടും ഇക്വേഷനും മോർ കോമൺ ആണ്, മോർ ജനറൽ ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് കൺവീനിയൻ്റ് ആയിട്ട് മാറ്റി എഴുതാമെന്നാണ് നമ്മൾ പറയുന്നത്. ഡെൽ ഡോട്ട് D is equal to rho f എന്ന രൂപത്തിലേക്ക് കൺവീനിയൻസിന് വേണ്ടി മാറ്റി എഴുതാം എന്നാണ് പറയുന്നത്. സോ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഫ്രീ ചാർജ് മാത്രമായിട്ട് റൈറ്റ് സൈഡിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇവിടുത്തെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ലോങ് സ്ട്രേറ്റ് വയർ ക്യാരിയിങ് യൂണിഫോം ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ is surrounded by rubber insulation. Out to a radius, find the electric displacement. സാധാരണ നമ്മളൊരു വയർ എടുക്കുന്നത് പോലെയാണ് അല്ലേ. വയറിൻ്റെ ഉള്ളിൽ നോക്കൂ, ഉൾഭാഗത്ത് അതിൻ്റെ കണ്ടക്ടർ പാർട്ടാണ്, അപ് ടു ദ റേഡിയസ് എസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അപ് ടു ദ റേഡിയസ് എ അല്ലെ. പുറത്ത് വരുന്ന ഈ പാർട്ടാണ് നമ്മുടെ ഇൻസുലേഷൻ അല്ലെങ്കിൽ റബ്ബറിൻ്റെ പാർട്ട് വരുന്നത്. നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. സോ ഇതിൻ്റെ ലോങ് വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ ലെങ്ത് പാർട്ടാണ്. ഇതിൻ്റെ ഈ സൈഡ് സർഫസുകളെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഭാഗത്തുള്ള ഇതിൻ്റെ ഗോഷ്യൻ സർഫസ് ഇതിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് എടുക്കുക അല്ലേ. സോ ഈ ഗോഷ്യൻ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഡ്രോയിങ് എ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ഓഫ് റേഡിയസ് എസ് ആൻഡ് ദ ലെങ്ത് എല്ലുള്ള അല്ലെ, ഇതിൻ്റെ ഉൾഭാഗത്ത് ലെങ്ത് എല്ലുള്ള നമ്മുടെ കണ്ടക്ടറിൻ്റെ പാർട്ട്, ഈ കണ്ടക്ടർ പാർട്ട് മാത്രം എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കൂ, എന്തായിരിക്കും നമ്മുടെ ഗോസസ് ലോ വരുന്നത് അല്ലെ. ഇതിനൊക്കെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഫോം ഈസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എഫ് എൻക്ലോസ്ഡ്, ഫ്രീ ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, സോ വാട്ട് ഇസ് ഡി ഡോട്ട് ഡി എ? നമ്മൾ സൈഡ് സർഫസുകൾ നെഗ്ലക്ട് ചെയ്യും, കാരണം ലെങ്തിയാണ്, ലോങ് വയർ ആണല്ലോ. സോ സൈഡ് സർഫസുകൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ എൽ ലെങ്തിനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ, ഈ സിലിണ്ടറിക്കൽ സർഫസ് ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഉള്ളിലുള്ള ഭാഗത്തിന് സിലിണ്ടറിക്കൽ സർഫസ് ഏരിയ എന്തായിരിക്കും വരുന്നത് നോക്കൂ. ഇതിന് സർക്യൂംഫറൻസ് ഈസ് റേഡിയസ് ആർ ആണ്. സോ 2πs ആണ് സർക്യൂംഫറൻസ് വരിക. സോ ഇൻറ്റു എൽ ആയിരിക്കും നമ്മുടെ ടോട്ടൽ സർഫസ് വരുന്നത് അല്ലേ. സോ 2πs ഇൻറ്റു എൽ ആയിരിക്കും വരുന്നത്. സോ ടോട്ടൽ സർഫസ് വിൽ ബി ഡി ഇൻറ്റു നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല, ഇതിൻ്റെ സിലിണ്ടറിക്കലിൻ്റെ ചുറ്റുഭാഗത്തും ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഡി ഇൻറ്റു 2πs ഇൻറ്റു എൽ വിച്ച് ഈസ് ഈക്വൽ ടു QF enclosed, ഫ്രീ ചാർജ് എൻക്ലോസ്ഡ്. ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ആയതുകൊണ്ട് അല്ലേ, ലാംഡ ഇൻറ്റു എൽ എടുത്താൽ മതിയല്ലോ, പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. സോ ഇൻറ്റു എൽ എടുക്കുമ്പോൾ ടോട്ടൽ ചാർജ് കിട്ടും. സോ ലാംഡ ഇൻറ്റു എൽ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് എന്താണ് വേണ്ടത്, ഡി ആണ് വേണ്ടത് അല്ലേ. സോ ഡി is equal to ലാംഡ എൽ ബൈ 2πs എൽ, എൽ ക്യാൻസൽ ചെയ്യുന്നു. സോ ലാംഡ ബൈ 2πs and the direction is outward, radially outward. സിലിണ്ടറിൻ്റെ റേഡിയസിന് റേഡിയലി ഔട്ട്വാർഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് എസ് ക്യാപ്പ് ആയിട്ടാണ് ഡയറക്ഷൻ വരുന്നത്. സോ ഇതുമായിട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടെ പറയാം. സോ ദിസ് ഫോർമുല ഹോൾഡ്സ് ബോത്ത് വിത്തിൻ ദി ഇൻസുലേഷൻ ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. ഓക്കെ, ഇൻസുലേഷൻ്റെ ഉള്ളിലും ഇൻസുലേഷൻ്റെ പുറത്തും ഇത് അപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, സോ ഇൻ ദ ലേറ്റർ റീജിയൻ മീൻസ് നമ്മൾ ഇൻസുലേഷൻ്റെ പുറത്താണെങ്കിൽ, ഇൻസുലേഷൻ്റെ ഉള്ളിൽ അല്ലേ, എസ് മുതൽ എ വരെയുള്ള അത്രയും കട്ടിയിലാണ് ഇൻസുലേഷൻ വരുന്നത്. ഇൻസുലേഷൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ഇൻസുലേഷൻ്റെ ഉള്ളിൽ ഫ്രീ ചാർജ് ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ഫ്രീ ചാർജ് വരുന്നുള്ളൂ, നമ്മുടെ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ മാത്രമേ ഫ്രീ ചാർജ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇൻസുലേഷൻ്റെ ഈ പാർട്ടിൽ ബൗണ്ട് ചാർജസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ പോളറൈസേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലേ, അതായത് നമ്മൾ സ്പേസിൽ അല്ലെങ്കിൽ
വാക്വത്തിൽ എയറിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ചാർജും ഇല്ല, ബൗണ്ട് ചാർജും ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പോളറൈസേഷൻ പി ഈസ് ഈക്വൽ ടു 0 ആണ്. ഔട്ട്സൈഡ് ദി ഇൻസുലേഷൻ ഇവിടെയൊക്കെ ഈ പോയിന്റിലൊക്കെ പോളറൈസേഷൻ പി ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ പോളറൈസേഷൻ ഔട്ട്സൈഡ് പോളറൈസേഷൻ 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇ എങ്ങനെ എഴുതാൻ പറ്റും, ഈസ് ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ, ഡി ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഡി സി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി അല്ലേ, പി 0 ആണല്ലോ. സോ ഡി സി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ എന്ന് എഴുതാമല്ലോ. സോ ഇ സി ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. സോ നമുക്കിവിടെ ഓൾറെഡി ഡി കിട്ടിയിട്ടുണ്ട്. സോ ഈ ഡി ബൈ എപ്സിലോൺ 0 ചെയ്യാം, ദാറ്റ് ഈസ് ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0. യെസ്, നേരത്തെ പോലെ ഡയറക്ഷൻ സെയിം തന്നെയാണ് വരുന്നത് അല്ലേ, ഫോർ എസ് ഗ്രേറ്റർ ദാൻ ഇ. ഓക്കെ, ഈ നമ്മുടെ ഇതിൽ റബ്ബറിൻ്റെ റീജിയനേക്കാൾ മീൻസ് വയറിൻ്റെ പുറത്തെത്തി കഴിഞ്ഞാൽ എന്നർത്ഥം അല്ലേ, വയറിൻ്റെ ഇൻസുലേഷൻ കഴിഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്, ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എപ്സിലോൺ 0 കൊണ്ട് ഇതിന് എപ്സിലോൺ 0 ഇ ആയിരിക്കുമല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, സോ ഇൻസൈഡ് ദ റബ്ബർ ദ ഇലക്ട്രിക് ഫീൽഡ് cannot be determined inside the rubber since we don't know the P. ഈ റബ്ബറിൻ്റെ ഈ റീജിയനിൽ ഇത്രയും ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എല്ലാവർക്കും അറിയില്ല. കണ്ടക്ടറിൻ്റെ ഉൾഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു, 0 ആയിരുന്നു. ബൾക്ക് റീജിയനിൽ 0 ആയിരുന്നു, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ടക്ടറിൻ്റെ ഔട്ട്സൈഡിൽ ഈ ഗ്യാപ്പിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പുറത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് പറയാൻ കഴിയും. ഓക്കെ, സോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഫോം ഗോസസ് ലോയിൽ കാണുന്ന ഫോം ഒരുപോലെയാണെന്ന് നോക്കാൻ പറ്റും. നോക്കൂ, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഗോസസ് ലോ അല്ലേ, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അതിൻ്റെ കൺവീനിയൻസിന് വേണ്ടി നമ്മളിങ്ങനെ മാറ്റി എഴുതി ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് എന്ന് മാറ്റി എഴുതി. നോക്കൂ, ഈ എപ്സിലോൺ 0 ഇങ്ങോട്ട് എടുത്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും, നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഈക്വൽ ടു റോ എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് റോ ഈക്വൽ ടു റോ എഫ് എന്നിവിടെ റീപ്ലേസ് ചെയ്തു, ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ എന്ന് ഇവിടെയും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതേപോലെ തോന്നുന്നുണ്ട് അല്ലേ, ഈ ഈക്വേഷനായിട്ട് മാറും. ഇവിടുത്തെ എപ്സിലോൺ 0 ഇയെ ഡി കൊണ്ടും ഈ റോയെ റോ എഫ് കൊണ്ടും റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഈ ഈക്വേഷനായിട്ട് മാറും. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ കിടക്കും. നമുക്ക് തന്നെ അറിയാം അല്ലേ, കാരണം റോ എഫ് അല്ല, റോ എന്തുണ്ട്, റോ എഫ് പ്ലസ് സം പോളറൈസേഷൻ ക്വാണ്ടിറ്റി എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്, അല്ലെങ്കിൽ പോളറൈസേഷൻ ഡെൽ ഡോട്ട് പി ആണ്, മൈനസ് ഡെൽ ഡോട്ട് പി ആണ് നമ്മുടെ റോ ബി വരുന്നത്. സോ ഇതിൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി വരുന്നുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് രണ്ടും ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും റോ ഈക്വൽ ടു റോ എഫ് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും ദെർ ഈസ് നോ കൂളോംസ് ലോ ഫോർ ഡി. ഇലക്ട്രിക് ഫീൽഡിന് കൂളോംസ് ലോ ഉണ്ടായിരുന്നു അല്ലേ, 1/4 പൈ എപ്സിലോൺ 0 റോ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കൂളോംസ് ലോ ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെ ഡിക്ക് ഒരു കൂളോംസ് ലോ ഇല്ല. ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടേണ്ടിയിരുന്നു, ഈ എപ്സിലോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാരണം ഡി കിട്ടണമല്ലോ, അതിൽ ഏകദേശം അതേ ഫോമിലല്ലേ വരുന്നത്. സോ ഡി ഓഫ് ആർ ഈക്വൽ ടു 1/4 പൈ റോ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിൽ ഒരു കൂളോംസ് ലോ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മുടെ കേൾ ഓഫ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എപ്പോഴും 0 ആയിരുന്നു അല്ലേ. കേൾ ഓഫ് ഇ മീൻസ് ഡെൽ ക്രോസ് ഇ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 0 ആയിരുന്നു, നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെൽ ക്രോസ് ഡി എപ്പോഴും 0 ആവണം എന്നില്ല. നോക്കൂ, വാട്ട് ഈസ് ഡെൽ ക്രോസ് ഡി? ഡെൽ ക്രോസ് ഡി വിൽ ബി ഡെൽ ക്രോസ് വാട്ട് ഈസ് ഡി ഈസ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണല്ലോ, നമുക്ക് രണ്ടായിട്ട് എഴുതാം. എപ്സിലോൺ 0 ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ക്രോസ് പി എന്ന് എഴുതാം. ഇതിൽ ഡെൽ ക്രോസ് ഇ 0 ആണല്ലേ, അതുകൊണ്ട് തന്നെ ബാക്കി വരുന്നതായിരിക്കും ഡെൽ ക്രോസ് പി ആയിരിക്കും വരുന്നത്. സോ ഡെൽ ക്രോസ് ഡി ഈസ് നോട്ട് 0 ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് പി. ഇനി പി അല്ലെ ഡെൽ ക്രോസ് പി 0 ആകുമ്പോൾ മാത്രമേ എന്ത് 0 ആകുന്നുള്ളൂ, ഡെൽ ക്രോസ് ഇ 0 ആകുന്നു. ഡെൽ ക്രോസ് പി എപ്പോഴും 0 ആവണം എന്നില്ല. ഓക്കെ, നമുക്കറിയാം സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡെൽ എന്ന് പറയുമ്പോൾ ദോ ബൈ ദോ എക്സ് ദോ ബൈ ദോ വൈ ദോ ബൈ ദോ സെഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ പി നമ്മുടെ പോളറൈസേഷൻ നമ്മുടെ ഒരു യൂണിഫോം ആണെങ്കിൽ എല്ലാ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലൊക്കെ യൂണിഫോം ആണെങ്കിൽ ഇത് 0 ആയിട്ട് മാറും അല്ലേ. നോൺ യൂണിഫോം കേസിൽ ഇത് 0 ആവുകയും ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം കേസിൽ മാത്രമേ ഡെൽ ക്രോസ് ഡി 0 ആകൂ, നോൺ യൂണിഫോം കേസിൽ 0. അപ്പോൾ ഇൻ ജനറൽ 0 ആവില്ല
ഡെൽ ക്രോസ് ഡി 0 ആവുകയില്ല. അതുകൊണ്ട് തന്നെ അത് ഡി ഇയെ പോലെ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ രണ്ട് ഇക്വേഷൻസും ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും റോ ഈക്വൽ ടു റോ എഫും ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇയും എന്ന് നമുക്ക് എഴുതാം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും രണ്ടും ഒരുപോലെ അല്ല. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡി ബൗണ്ടറി കണ്ടീഷൻസ് എന്തായിട്ട് മാറുമെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിൽ ബൗണ്ടറി കണ്ടീഷൻ എന്തായിട്ട് മാറുമെന്ന് നോക്കാം. സോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എഴുതിയത്. സോ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 അല്ലെ, നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടി, ഈ പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഈ പെർപെൻഡിക്കുലർ ബിലോ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, ഗോസസ് ലോ എന്തായിട്ട് മാറി, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആയിട്ട് മാറി. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എഫ് എൻക്ലോസ്ഡ് ആയിട്ട് മാറി. ഓക്കെ, സോ അതിനെ നമ്മൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ക്യൂ എഫ് എൻക്ലോസിന് ഇതുപോലെ എഴുതി. ഇവിടെ എങ്ങനെ ക്യൂ എഫ് എൻക്ലോസിനെ ഇതുപോലെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? സിഗ്മ എഫ് ഇൻറ്റു എ എന്ന് എഴുതേണ്ടി വരും അല്ലേ, എപ്സിലോൺ 0 ഇല്ല, സിഗ്മ എഫ് ഇൻറ്റു എ എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതേണ്ടി വരും. എന്നിട്ട് പഴയ പോലെ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, d1 പെർപെൻഡിക്കുലർ മൈനസ് d2 പെർപെൻഡിക്കുലർ ഈക്വൽ ടു സിഗ്മ എഫ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദി പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് discontinuous by ഫ്രീ ചാർജ് ഡെൻസിറ്റി അല്ലേ. ഫ്രീ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താകുന്നുള്ളൂ, അവർ ഡിസ്കണ്ടിന്യൂസ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ. ഫ്രീ ചാർജ് ആബ്സെൻ്റ് ആണ്, അവിടെ ബൗണ്ട് ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ ആൾ കണ്ടിന്യൂസ് ആണ്. അതേപോലെ പാരലൽ കമ്പോണൻറ്റ് നോക്കൂ, നമ്മൾ ഇങ്ങനെയായിരുന്നു അല്ലേ, ഡെൽ ക്രോസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതിയത്. ഡെൽ ക്രോസ് ഈസ് ഈക്വൽ ടു 0, അതിന് ഇൻ്റഗ്രൽ ഫോം ആയിരുന്നു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. സോ നമുക്ക് ഇങ്ങനെ കിട്ടി, ഈ പാരലൽ എബവ് ഈക്വൽ ടു ഈ പാരലൽ ബിലോ എന്ന് കിട്ടി അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്കറിയാം, ഡെൽ ക്രോസ് ഡി 0 അല്ല, ഡെൽ ക്രോസ് ഡി ഈക്വൽ ടു ഡെൽ ക്രോസ് പി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ നമ്മുടെ ആംബിയേഴ്സ് സർക്യൂട്ടൊക്കെ എടുത്ത് പണ്ട് ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, ഡി പാരലൽ എബവ് മൈനസ് ഡി പാരലൽ ബിലോ ഈക്വൽ ടു പി പാരലൽ എബവ് മൈനസ് പി പാരലൽ ബിലോ. ഡിയുടെ അതേപോലെ തന്നെ ആയിരിക്കും പി വരുന്നത് അല്ലേ. സോ അത് 0 അല്ല, ഈ ഡിയെ പോലെ തന്നെ പി എബവ് മൈനസ് ബിലോ ആയിട്ട് നിൽക്കുന്നു എന്നർത്ഥം. ഇവർ 0 ആകുമ്പോൾ മാത്രമേ ഇവരെന്താവുന്നുള്ളൂ, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡി പാരലൽ എബവ് ഈക്വൽ ടു ഡി പാരലൽ ബിലോ ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ.